ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പം അതിനായിട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ പറക്കി ഒതുക്കി വെക്കുകയാണ്. ഈ വീഡിയോയിൽ ഞങ്ങൾ പോണതും പിന്നെ കുറച്ച് പാക്കിംഗ് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കുകയാണ് കേട്ടോ. നമുക്കിനി രാത്രി 1 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം ഞങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ്. മക്കളെല്ലാം നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. കുറേ ദിവസം കൊണ്ട് വെഡിങ്ങിന് പോവാൻ ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം മക്കളെല്ലാം ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണ്. അവരും കൂടുന്നുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ പറക്കി വെക്കാനായിട്ട്. വാങ്ങിച്ച ഷൂ ആണ് കേട്ടോ. മൊത്തം 3 എണ്ണം വാങ്ങിച്ചു. ഇത് ഉള്ള ഷൂ ആണ്. ഇത് എൻ്റെ മോൾക്കുള്ളതാണ്. അങ്ങനെ 3 ഷൂ വാങ്ങിച്ചു. പിന്നെ ഒരു വാച്ച്, പിന്നെ ആർട്ടിഫിഷ്യൽ ടിഷ്യൂ, പിന്നെ കുറച്ച് ഡേറ്റ്സ്, പിന്നെ കുറച്ച് പിസ്ത, പിന്നെ ചോക്ലേറ്റ്സ്. പിന്നെ എൻ്റെ ഉമ്മച്ചിക്കും ഇക്കാട ഉമ്മാക്കും വേണ്ടിയിട്ട് 2 ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതിൻ്റെ UAE ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മീര ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? ടൈറ്റാൻ്റെ ആണ് കേട്ടോ. കൊള്ളാം. കുറേ കാര്യങ്ങളുണ്ടല്ലോ ഒതുക്കാനും പറക്കാനും ഒക്കെ. കാര്യം ഇനിയൊരു 15 ഡേയ്സ് കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ബാൽക്കണിയിലുണ്ടായിരുന്ന ചെടികളെല്ലാം സിസ്റ്ററിനെ ഏൽപ്പിച്ചു. പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു അക്വേറിയത്തിൽ, അതെല്ലാം സിസ്റ്ററിനെ ഏൽപ്പിച്ചു. അപ്പം പിന്നെ ബെഡിൽ ഷീറ്റെല്ലാം പൊടിയടിക്കുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പം അതിനെല്ലാം ഒന്ന് മൂടിയിട്ടു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര ജോലിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞതാ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും കാര്യങ്ങളുമാണല്ലേ. അത് പ്രത്യേകിച്ച് സിസ്റ്ററിൻ്റെ കല്യാണം അടുപ്പിച്ച് പോകുമ്പോഴത്തേക്ക് അത് ചെന്നിട്ട് വേണം പർച്ചേസിങ്ങിനെല്ലാം ഇറങ്ങാനായിട്ട്. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. മക്കളും അതിലേറെ ഹാപ്പിയാണ്. അങ്ങനെ ഇതിൻ്റെ അകത്ത് കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഡ്യൂട്ടി ഫ്രീ ഷോപ്സാണ് കേട്ടോ. ചോക്ലേറ്റ്സ്, ഇങ്ങനെ ഈ പെർഫ്യൂമുകൾ, ഷാമ്പൂ എല്ലാം ഉണ്ട്. നട്ട്സുകൾ, ഒരുപാട് ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. ഡേറ്റ്സിൻ്റെ നട്ട്സും ഡിഫറെൻറ്റ് നട്ട്സ് ഉണ്ട്. എല്ലാ നട്ട്സും ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നുപോയി, ഞങ്ങൾ ഷാർജ എയർപോർട്ടിലാണ് കേട്ടോ. ഷാർജ എയർപോർട്ടിലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പം ഈ കാണുന്നത് സെറോസ്കി ബ്രാൻഡിലുള്ള ബ്രേസ്ലെറ്റ്, വാച്ച്, പിന്നെ ബാംഗിൾസും നെക്ലസുകളും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഏർലി മോർണിംഗ് 4 o'clock നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം നമുക്ക് ഇങ്ങനെ ബോറടിക്കില്ല. കാര്യം നിറച്ച് ഷോപ്സ് ഉള്ളതുകൊണ്ട് അങ്ങനെ ബോറടിക്കില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പിള്ളേർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ബർഗറും പിന്നെ ഒരു റോളും കൂടി വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇച്ചിരി കത്തിയാണ്, എന്നാൽ പോലും പിന്നെ പിള്ളേർക്ക് അത്യാവശ്യത്തിന് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഈ ഷോപ്പ് ഉപകാരപ്പെടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു 1/2 hour കഴിഞ്ഞപ്പം നമുക്ക് ഫ്ലൈറ്റിന് ഗേറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ ചെന്നു.
ഫ്ലൈറ്റിൽ കയറി. ഞങ്ങൾക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ എത്ര യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര രസമല്ലേ അവിടെ നിന്ന് നോക്കാനും. നമുക്ക് ട്രാവൽ ചെയ്യാൻ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അല്ലേ. ക്ലൗഡി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അപ്പം നമുക്ക് ആ ക്ലൗഡും ഒരു അവിടുത്തെ ആ അറ്റ്മോസ്ഫിയറും ഒക്കെ ഒന്നും ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി ബാഗ്സ് എല്ലാം കളക്ട് ചെയ്യണം. അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അത് ആലോചിക്കുമ്പോഴാണ് ഒരു ടയേർഡ്. ഒരുപാട് സമയം നിൽക്കണം. അപ്പോൾ അതാ ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. വെളിയിലെല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം മക്കളും ഹാപ്പിയിലാണ് വെളിയിലോട്ട് പോകാനായിട്ട്. അപ്പം ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇനി മറ്റൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് പ്ലീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.